ഇപ്പോൾ CA പഠിച്ചൊരു സ്റ്റുഡൻറ്റും അബാറ്റ് പ്ലസ് പഠിച്ചൊരു സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്തായിരിക്കും? കൊമേഴ്സിലെ ഏറ്റവും നല്ലൊരു കരിയർ എന്ന് പറയപ്പെടുന്നത് CA പോലത്തെ കോഴ്സുകൾ തന്നെയാണ്. എന്നാൽ CA കോഴ്സുകൾ പഠിച്ച ആളുകൾ മാത്രമാണ് ഒരു കൊമേഴ്സ് കരിയറിൽ ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു കുട്ടി CA പോലുള്ള കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 5 to 6 ഇയേഴ്സ് ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോർമൽ കേസിൽ ചിലപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കൂടിയെന്ന് വരാം. എന്നാൽ ഒരാൾ അബാറ്റ് പ്ലസ് പോലത്തെ ഒരു കോഴ്സ് എടുത്ത് 6 മന്ത് കൊണ്ട് അയാൾ ട്രെയിനിങ് എടുത്ത് ഒരു കമ്പനിയിൽ അയാളൊരു NE ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു PG എടുത്ത ആളോ ആയിട്ടാണ് അയാൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ കമ്പനിയിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ അയാൾ ഈ കോഴ്സിൽ അയാൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു MNC കമ്പനി ആണെങ്കിൽ അവിടെ അക്കൗണ്ട്സിൽ പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഡിറ്റിങ്. അപ്പോൾ ഒരാൾ ഒരു 5 വർഷം കൊണ്ട് ഈ കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കും ആ കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് മാനേജറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ CA കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞ് വരുന്ന ഒരാളും നേരെ വന്ന് ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നതും ഈ അക്കൗണ്ട്സ് മാനേജറോ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് മാനേജറോ ആയിട്ടായിരിക്കും. അപ്പോൾ CA പഠിച്ച ഒരാളും ഒരു 5 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു MNCയിലുള്ള നല്ല സ്കില്ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഒരേപോലുള്ള കരിയറിലാണ് അവരെത്തിപ്പെടുന്നത്. അപ്പോൾ CA പഠിച്ചവർ മാത്രമാണ് ഒരു കരിയറിൽ ടോപ്പിൽ നിൽക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ CA ട്രൈ ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരുപാട് കുട്ടികളെ അബാറ്റ് പ്ലസ് പോലത്തെ കോഴ്സുകൾ ചെയ്ത് നല്ല MNCകളിൽ ജോലിക്ക് തന്നു.